ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലാപ്ടോപ്പിൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൽ ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി ഉള്ളത് 512 GB ആണ്. നമുക്കിതിലേക്കൊരു 1 TB കൂടി ആഡ് ചെയ്യണം. ഇതിൽ ഉപയോഗിക്കുന്നത് SSD ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, നോർമൽ ഹാർഡ് ഡിസ്ക് അല്ല. അപ്പോൾ SSD ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ നമ്മളെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ ഇതുപോലെ വല്ല ഹാർഡ് ഡിസ്ക് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ റാം കൂട്ടാനോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നേരെ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാൻ ചെയ്യാറുള്ളൂ. ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ഓരോ സ്ക്രൂസായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുത്ത ശേഷം എൻ്റെ കയ്യിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ചെറിയ ചെറിയ ലോക്കുകൾ ഉണ്ടാവും. അത് പൊട്ടാത്ത രീതിയിൽ പതുക്കെ നമുക്കത് തുറന്നെടുക്കാൻ പറ്റും. ഈ ലാപ്ടോപ്പ് അസൂസ് എന്ന കമ്പനിയുടെ ടഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന F15 എന്നുള്ള മോഡലുള്ള ലാപ്ടോപ്പാണ്. അഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അഴിക്കുക. അതിൻ്റെ ബോഡിക്കൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ വളരെ ജെൻറ്റിലായിട്ട് അഴിച്ചെടുക്കുക. ഞാൻ ലാപ്ടോപ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ലാപ്ടോപ്പ് അഴിച്ചെടുത്താൽ കാണുന്ന അവസ്ഥ. ഇതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൻ്റെ മദർ ബോർഡ്, പ്രോസസ്സർ, റാം, ഹാർഡ് ഡിസ്ക്, പ്രോസസ്സറിൻ്റെ ഫാനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വേറൊരു വീഡിയോ നമുക്ക്. ഇതാണ് ഇതിൻ്റെ റാം. ഇതിൽ നമുക്ക് ഒരു റാം കൂടി ഇടാം. അത് നമുക്ക് ഇവിടെ ആയിട്ട് ഇടാം. ഈ കറുത്ത ടാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു റാം കൂടി ഇടാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്ലോട്ടിൽ നമുക്ക് പുതിയൊരു റാം വേണമെങ്കിൽ പുതിയ റാം കൂടി നമുക്ക് അവിടെ ഇടാം. ഇവിടെ ആൾറെഡി ഒരു SSD ഉണ്ട്. ഈ കറുത്ത ടാപ്പിന് താഴെ കാണുന്നത് ഇതിൽ ആൾറെഡി ഉള്ള SSD ആണ്. നമുക്ക് നമ്മുടെ പുതിയ SSD എടുക്കാം. പുതിയ SSD വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ NVMe SSD ആണ്. 1 TB ബ്ലൂ എന്ന് പറയുന്ന മോഡലിൽ വരുന്ന SSD ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി SSD എന്താണെന്ന് അറിയാത്തവർക്ക്, SSD എന്നുള്ളത് നമ്മുടെ ഹാർഡ് ഡിസ്കിന് പകരം യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഡാറ്റ റീഡ് ചെയ്യാനെല്ലാം കഴിയുന്ന പുതിയ മോഡൽ ഹാർഡ് ഡിസ്ക്കാണ് SSD എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഈ സ്ക്രൂ ലൂസ് ചെയ്യാം. അതിനുശേഷം ആ സ്ലോട്ടിലേക്ക് നമ്മൾ റാമെല്ലാം ഇൻസേർട്ട് ചെയ്യുന്നതേ പോലെ തന്നെ SSD പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റായി കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ ഒരു SSD നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള പണിയുള്ളൂ. ശേഷം നമുക്ക് നമ്മൾ എങ്ങനെയാണോ അഴിച്ചത് അതുപോലെ തന്നെ തിരിച്ച് ആ ബോഡി പാർട്ട് തിരിച്ച് വെച്ചിട്ട് അതിലെ ഓരോ സ്ക്രൂസും ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് പഴയപടി ചെയ്തു വെക്കാം. ലാപ്ടോപ്പ് അസംബിൾ ചെയ്ത ശേഷം നമുക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത ശേഷം നമ്മുടെ SSD ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നൊക്കെ കാണാം. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മാനേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മാനേജ് എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ Windows 11 ഒക്കെ ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഷോ മോർ ഓപ്ഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് എടുത്താൽ മതി. മാനേജ് എടുത്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റോറേജ് എന്നുള്ള മെനുവിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതെടുത്ത് നോക്കുക. അതെടുക്കുമ്പോൾ തന്നെ പുതിയ ഹാർഡ് ഡിസ്ക് ആകുമ്പോൾ ഇനീഷ്യലൈസ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ GPT എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുക്കും. ഇവിടെ നമ്മുടെ പുതിയ SSD കാണിക്കുന്നുണ്ട്. അൺലോക്കേറ്റഡ് എന്ന് പറഞ്ഞ് ഒരു ബ്ലാക്ക് കളറിൽ കാണിക്കുന്നുണ്ട്. നമുക്കതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ സിംഗിൾ വോളിയം എന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം വരുന്ന ബട്ടണിൽ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ എത്ര സ്പേസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫുൾ സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഏത് ലെറ്ററാണ് വേണ്ടത് ഡ്രൈവിന് എന്നുള്ളത്
അസൈൻ ചെയ്യുക. ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രൈവ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് അൽത്തഫ് അഹമ്മദ്. ബൈ.